നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പിളർപ്പിന്റെ കാഹളം. യുപിയിൽ സമാജ്വാദി പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കെ നിർണായക നിയമസഭാ കക്ഷി യോഗം വിളിച്ച് പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് യാദവ്. മകൻ അഖിലേഷ് യാദവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുലായം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്ന് സൂചന. ലക്നൌവിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രവർത്തകരുടെ സംഘർഷം. സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് അടക്കം 4 പേരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയ അഖിലേഷിന്റെ നടപടിയിൽ പ്രവർത്തകർക്കിടയിൽ ഭിന്നത. പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് പ്രവർത്തകർക്ക് അയച്ച കത്തും യോഗം ചർച്ച ചെയ്യും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന അഖിലേഷും എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരം കിട്ടുമെന്ന് മുലായവും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കുടുംബപ്പോര് കൂടുതൽ രൂക്ഷമാകുമെന്ന് തീർച്ച. ഇന്നലെ രാത്രി പാർട്ടി നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ച മുലായം സിംഗ് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. മുലായത്തിന് ചുറ്റും ചെകുത്താന്മാർ കൂടിയിരിക്കുന്നു എന്ന് രാംഗോപാലും പ്രശ്നങ്ങൾക്ക് കാരണം മുഖ്യനെ വഴിതെറ്റിക്കുന്ന ചിലരെന്ന് ശിവ്പാലും. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പിളർപ്പൊഴിവാക്കാൻ അവസാന ശ്രമങ്ങളുമായി മുലായം. ചോർച്ചയിൽ അന്വേഷണം. ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തലിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. ഫോൺ ചോർത്തുന്നു എന്ന പരാതി സർക്കാരിന് ലഭിച്ചിട്ടില്ല. വിവരം അറിഞ്ഞത് മാധ്യമങ്ങൾ വഴി. ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും പിണറായി വിജയൻ. അതേസമയം വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഒഴിയുന്നതായി ജേക്കബ് തോമസ് അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ചില അസ്വസ്ഥതകൾ ഉണ്ടെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ജേക്കബ് തോമസ് തുടരണമെന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ പ്രതിക്കൂട്ടിൽ നിർത്തിയത് മുഖ്യമന്ത്രിയെ എന്ന് പ്രതിപക്ഷം. ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ശീതയുദ്ധം നടക്കുന്നു. EP ജയരാജന്റെ കേസ് പരിഗണിക്കുന്നതിനിടെയുള്ള ഫോൺ ചോർത്തൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ആവശ്യം. നിസാമിന് പുതിയ കേസ്. ജയിലിൽ നിന്ന് ഫോണിൽ വധഭീഷണി മുഴക്കിയെന്ന സഹോദരങ്ങളുടെ പരാതിയിൽ ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിനെതിരെ ഇന്ന് കേസെടുക്കും. നടപടി നിസാമിനെതിരായ ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ കണ്ണൂർ ജയിലിൽ നിസാമിന് ഫോൺ എത്തിച്ച സുഹൃത്ത് ഷിബിന്റെ മൊഴി പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ തെളിവുകളും മൊഴികളും നിസാമിനെതിരായാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. അതേസമയം നിസാമിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്ന് കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി. അശാന്തി പടരുമ്പോൾ വെടിനിർത്തൽ കരാർ തുടർക്കഥയാക്കി അതിർത്തിയിൽ വീണ്ടും പാക് ധിക്കാരം. ശ്രീനഗറിലെ RS-പുര സെക്ടറിലുണ്ടായ ആക്രമണത്തിൽ ഒരു BSF ജവാൻ കൊല്ലപ്പെട്ടു. കുപ്വാരയിൽ ഒരു തീവ്രവാദിയെ സൈന്യം വധിച്ചു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഇത് 8ാം തവണ. പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കൽ തുടരുന്നു. ഇതുവരെ 500ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി അതിർത്തി രക്ഷാസേന. അതിനിടെ സാംബ സെക്ടറിൽ നിന്ന് പിടികൂടിയ പാക് ചാരനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ. വെള്ളി ഗ്രാമിന് 47 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം. ചെമ്മണ്ണൂർ ജ്വല്ലറി കൗമുദി ഹെഡ്ലൈൻസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വർണ്ണവജ്ര വിസ്മയവുമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഒക്ടോബർ 24 മുതൽ കൊട്ടാരക്കരയിലും. പ്രസന്റഡ് ബൈ. നാട്ടിലും വിദേശത്തും വളരെയധികം തൊഴിൽ സാധ്യതകളാണ് NCDC നൽകുന്ന മോണ്ടിസോറി കോഴ്സുകൾക്കുള്ളത്. കോ-സ്പോൺസർഡ് ബൈ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. Kochi Metro and many other projects have approved Shamil Quality Paint.